തൃശൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എന്താണ് പറയേണ്ടത് എന്ന് ബിജെപിക്കും അതിലുപരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്നായി അറിയാം. സിപിഎമ്മിനും സംസ്ഥാന സർക്കാരിനുമെതിരെ ആഞ്ഞടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ പണം പരസ്യമായി കൊള്ളയടിക്കുകയാണ് കേരളത്തിലെ സിപിഎം ചെയ്യുന്നത് എന്നും കരുവന്നൂരിൽ കവർന്ന പാവങ്ങളുടെ കാശ് ഏത് വിധേനയും അവർക്ക് തിരികെ നൽകുമെന്നും മോദി പറഞ്ഞു. കുന്നംകുളത്ത് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് സംസ്ഥാന സർക്കാരിനും സിപിഎമ്മിനുമെതിരെ പ്രധാനമന്ത്രി രൂക്ഷ വിമർശനം നടത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് നുണയാണ് എന്നും മോദി പരാമർശിച്ചു. കേരളത്തിലെ ജനങ്ങളുടെ പണം പരസ്യമായി കൊള്ളയടിക്കുകയാണ്. അഴിമതിയുടെ പുതിയ മാതൃകകളാണ് തീർക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് അഴിമതി ഇടതുപക്ഷം നടത്തുന്ന കൊള്ളയുടെ ഉദാഹരണമാണ്. പാവപ്പെട്ടവൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ് ബാങ്കിൽ നിക്ഷേപിച്ചത്. ഇതാണ് സിപിഎം പ്രവർത്തകർ കൊള്ളയടിച്ചത്. പെൺമക്കളുടെ വിവാഹത്തിന് നിക്ഷേപിച്ച പണം പോലും കൊടുക്കാതെ വിവാഹങ്ങൾ മുടക്കി. ആയിരങ്ങളുടെ ജീവിതം താറുമാറായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ 3 വർഷമായി നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണം തിരികെ നൽകുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ സേവകനായ മോദിയാണ് ഈ കൊള്ളയെക്കുറിച്ച് അന്വേഷണം നടത്തിയത്. 90 കോടിയോളം രൂപ ED കണ്ടുകെട്ടിക്കഴിഞ്ഞു. ഈ രൂപ പാവപ്പെട്ടവരിലേക്ക് എങ്ങനെ തിരികെ എത്തിക്കാമെന്ന് നിയമജ്ഞരുമായി ചർച്ച നടക്കുകയാണ്. കരുവന്നൂർ സഹകരണ കൊള്ളയിൽ വഞ്ചിതരായവർക്ക് പണം തിരികെ ലഭിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പു നൽകുകയാണ്. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുമെന്നും മോദി വ്യക്തമാക്കി. വടക്കുനാഥന്റെ മണ്ണിൽ വീണ്ടും ഒരിക്കൽ കൂടി വരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് എന്ന വാക്കുകളോടെയാണ് നരേന്ദ്രമോദി പ്രസംഗം ആരംഭിച്ചത്. ഇത്തവണ പാർലമെന്റിലേക്ക് കേരളം പുതിയ ശബ്ദങ്ങളെ കേൾപ്പിക്കും എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം. ഒരിക്കൽ കൂടി മോദി സർക്കാർ എന്ന മുദ്രാവാക്യം കേരളവും ഏറ്റുചൊല്ലും. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 73 ലക്ഷം ഗുണഭോക്താക്കൾക്ക് സാമ്പത്തിക സഹായം ലഭിച്ചു. 70 വയസ്സ് കഴിഞ്ഞ എല്ലാ മുതിർന്ന പൗരന്മാർക്കും ആയുഷ്മാൻ ഭാരതിലൂടെ സൗജന്യ ചികിത്സ ലഭിക്കുമെന്ന് മോദി പ്രഖ്യാപിച്ചു. വിഷുദിവസമായ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ബിജെപിയുടെ പ്രകടന പത്രികയിൽ പറയുന്നതെല്ലാം മോദിയുടെ ഗ്യാരണ്ടിയാണ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ആവാസ് യോജന പദ്ധതിയിലൂടെ വീടുകൾ വെച്ച് നൽകും. 80% വിലക്കുറവിൽ ജനൌഷധിയിലൂടെ മരുന്നുകൾ ലഭ്യമാക്കും. നിലവിലെ 10 ലക്ഷത്തിന് പകരം കേരളത്തിലെ യുവാക്കൾക്ക് 20 ലക്ഷം രൂപ മുദ്രാ ലോണായി ലഭ്യമാക്കുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. 5 വർഷത്തിനുള്ളിൽ കേരളത്തിന്റെ പാരമ്പര്യത്തെ അന്താരാഷ്ട്രവൽക്കരിക്കും. ഹൈവേ, എക്സ്പ്രസ് വേ, വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നിവ വിപുലീകരിക്കും. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, സുരേഷ് ഗോപി പലപ്പോഴും തന്നെ വന്നുകണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ രൂപകൽപ്പനയെക്കുറിച്ച് സംസാരിക്കാറുണ്ട് എന്നതാണ്. ആ ആവശ്യങ്ങൾ നമ്മൾ പരിഗണിച്ച് യാഥാർത്ഥ്യമാക്കും. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖല വിപുലമാക്കും. തെക്കേ ഇന്ത്യ കൂടി ബന്ധിപ്പിച്ചുകൊണ്ടുള്ളതായിരിക്കും ബുള്ളറ്റ് ട്രെയിൻ സർവീസ്. 3ാം NDA സർക്കാർ അധികാരത്തിൽ വന്നാലുടൻ അതിന്റെ ജോലികൾ ആരംഭിക്കും. സമാധാനമായി മുന്നോട്ടു പോയിരുന്ന കേരളത്തിൽ ഇന്ന് ആക്രമവും അരാജകത്വവുമാണ് നടക്കുന്നത്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ അരങ്ങേറുന്നു. കേരളത്തിലെ കോളേജ് ക്യാമ്പസുകൾ സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമായി മാറി. സാമുദായിക ഐക്യം തകർക്കുന്ന ശക്തികൾക്ക് സർക്കാർ സംരക്ഷണം നൽകുകയാണ് എന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.